കാസർഗോഡ് ടു കൊച്ചി ടു അറ്റൻഡ് അശ്വിൻസ് കല്യാണം. ഹലോ ഗൈസ്, നാട്ടിൽ നബിദിന്റെ പരിപാടി ഉണ്ടായത് കാരണം അതൊക്കെ കഴിഞ്ഞിട്ടാണ് രാത്രി ട്രെയിൻ കയറിയപ്പോൾ തന്നെ ഉറങ്ങി. പിന്നെ എണീറ്റത് ആലുവ എത്താറാകുമ്പോഴാണ്. ആലുവ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. അങ്ങോട്ട് ഫ്രണ്ട് പിക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം റൈഡർ ചങ്ക് മിസ്റ്റർ അജീഷ് കെലക്കോട്. ഇവനും വേറെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഇന്നലെ തന്നെ ഇവിടെ ലാൻഡ് ചെയ്തായിരുന്നു. പൂക്കാട്ടുപടി എന്നുള്ള സ്ഥലത്തായിരുന്നു അശ്വിന്റെ വീട്. അങ്ങനെ നമ്മൾ അശ്വിന്റെ വീട്ടിലെത്തി. ചെക്കൻ എന്തോ ആവശ്യത്തിന് പുറത്തു പോയേക്കായിരുന്നു. അപ്പോൾ ഇതാണ് സഞ്ജയ് ആൻഡ് ആന്റണി ജാക്സൺ. അങ്ങനെ അവരെയും എണീപ്പിച്ച് അവരെയും കൂട്ടി ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് പുറത്തു പോയി. ചായം കുടിച്ച് തിരിച്ചു വന്നപ്പോ അപ്പൊ ഇതാണ് ജിബിൻ ജോയ്. എന്റെ മുമ്പത്തെ എയർപോർട്ട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവൻ അശ്വിന്റെ കൂടെ കാറിലേക്കുള്ള ഫ്ലവർ സെറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡിയായി അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ഇതാണ് നമ്മുടെ കല്യാണ ചെക്കൻ അശ്വിൻ ബിനു. റെഡ് ഫ്ലാഗും അല്ല, ഗ്രീൻ ഫ്ലാഗും അല്ല, ഞാൻ വൈറ്റ് ഫ്ലാഗ് ആണ്. ഞാൻ ഇൻവെർട്ടർ ആണ്. ഓക്കെ ബൈ. അതുകൊണ്ട് ഫോട്ടോസിലും വീഡിയോസിലൊക്കെ നിൽക്കുന്നത് ഇവനൊരു ടാസ്ക് ആണ്. അങ്ങനെ ദക്ഷിണ കൊടുക്കൽ ചടങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അശ്വിനും ഫാമിലിയും ഒരു കാറിലും ഞങ്ങളെല്ലാരും കൂടി ബാക്കിൽ നിന്ന് വേറൊരു വണ്ടിയിലായിരുന്നു പോയത്. ഓഡിറ്റോറിയത്തിലെ പരിപാടിക്ക് മുമ്പ് അമ്പലത്തിൽ ചെറിയൊരു ചടങ്ങുണ്ട്. നമുക്ക് പള്ളിയിൽ ഉണ്ടാകുന്ന നിക്കാഹ് പോലെയാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി കുറെ കല്യാണങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമുക്കൊരു ടൈമിംഗ് തന്നിട്ടുണ്ടാവും. സോ ഇത് വേറെ ടീമിന്റെ നടന്നുകൊണ്ടിരിക്കുന്നു. സോ അത് കഴിഞ്ഞ ഉടനെ അവരിറങ്ങി പോയിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ള ടൈമിൽ അവരെ കേട്ടിട്ട് അവരെ കല്യാണം കഴിക്കും. അത് കഴിഞ്ഞ് അവരിറങ്ങിയിട്ട് നമ്മൾ നേരെ അടുത്ത ഹാളിലോട്ട്. മനസ്സിലായല്ലോ? അങ്ങനെ കല്യാണ പെണ്ണും കൂട്ടരൊക്കെ എത്തി. അവരുടെ കല്യാണത്തിന് സമയമായി. അങ്ങനെ അമ്പലത്തിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ബാക്കി പരിപാടി ഓഡിറ്റോറിയത്തിലാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി. വെൽക്കം ടു ദ വെഡിങ് ഓഫ് അശ്വിൻ ആൻഡ് പ്രണവ്യ. ആദ്യം തന്നെ പോയി വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു, അത് പോയി കുടിച്ചു. ബാംഗ്ലൂരിൽ നിന്ന് വന്നതുകൊണ്ട് കേരളത്തിന്റെ ചൂടും ഹ്യൂമിഡിറ്റി ഒന്നും ഇവർക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് 2-3 ഗ്ലാസ് കുടിക്കേണ്ടി വന്നു. പിന്നെ നേരെ കല്യാണ മണ്ഡപത്തിലേക്ക്. അവിടെ ഒരു ഭാഗത്ത് ചെക്കനും റെഡി ആയിരിക്കായിരുന്നു, ഒരു ഭാഗത്ത് പെണ്ണും റെഡിയായി വരുമായിരുന്നു. അങ്ങനെ മുഹൂർത്തത്തിന്റെ സമയമായി. അങ്ങനെ ആ ചടങ്ങൊക്കെ കഴിഞ്ഞ് ഫോട്ടോസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ സദ്യ കഴിക്കാൻ പോയി. വിജുമേനോട് പറഞ്ഞ പോലെ ആദ്യം ഇല വന്നു, പിന്നെ എന്തൊക്കെയോ കുറെ തരം കറികൾ വന്നു. ചോറ് വന്നു, സാമ്പാർ. എന്തായാലും ഞാൻ കഴിച്ചതിൽ വെച്ച് ഒരു അടിപൊളി സദ്യ തന്നെയായിരുന്നു. പിന്നെ പായസം കൂട്ടി പപ്പടവും പഴവും ബോളിയും ഒരു രക്ഷയില്ല. നമ്മളും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് ചെക്കനും പെണ്ണിന്റെയും ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ പരിപാടിയിൽ തിരിച്ച് വീട്ടിലേക്ക് പോകണം. തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷം പെണ്ണിന്റെ അവിടുത്തെ ആൾക്കാർ വീട്ടിലോട്ട് വരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. വരുന്നവർക്കുള്ള ഫുഡൊക്കെ ഓൾറെഡി റെഡിയാക്കി വെച്ചേക്കായിരുന്നു. അവർ വന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അശ്വിൻ ഫ്രീ ആയപ്പോൾ നമ്മളെല്ലാവരും കൂടി അവൻ്റെ ഒന്നിച്ച് ഫുഡ് കഴിച്ചു. ഓഡിറ്റോറിയത്തിൽ വെജ് ആയിരുന്നെങ്കിൽ ഇവിടെ നോൺ വെജ് ആയിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. പരിപാടി കഴിഞ്ഞ് എല്ലാവരും പോയ ശേഷം ഞങ്ങൾ ചെക്കനെയും കൂട്ടി ഒന്ന് പുറത്തോട്ടൊക്കെ പോയി കറങ്ങി വന്നു. അങ്ങനെ എന്റെ റിട്ടേൺ ട്രെയിനുള്ള സമയമായപ്പോൾ അവനോട് ഒരു ഓൾ ദി ബെസ്റ്റും പറഞ്ഞ് ഞാൻ ഇറങ്ങി. അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ ബൈ.